അമേരിക്കയുടെ ഒരു അപ്രതീക്ഷിത നീക്കം ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സഖ്യത്തിൽ നിന്നും ഉടമ്പടികളിൽ നിന്നും അമേരിക്ക പിന്മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇത് സംബന്ധിച്ച് ബില്ലിന് ട്രംപ് അംഗീകാരം നൽകിയിരിക്കുന്നു. അതായത് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ്. കാലാവസ്ഥയ്ക്കും ഒപ്പം തന്നെ ഊർജ വ്യവസ്ഥകളിൽ വർദ്ധിപ്പിക്കുവാനും, അതായത് വിവിധ തരത്തിലുള്ള സോളാർ അടക്കമുള്ള ഊർജ്ജങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ രാജ്യങ്ങൾ സംയുക്തമായിട്ട് ഉള്ള ഒരു ഉടമ്പടിയും സംഘടനയും ഒക്കെ ആയിരുന്നു. ആ സംഘടനയിൽ നിന്നാണ് ഇപ്പോൾ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പിന്മാറുന്നത്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടന എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സോളാർ അലയൻസ് ആണ്. ഇതിന് ഇന്ത്യയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇതിൽ നിന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ നിരുപാധികം പിന്തുടരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ഒരു സാമന്തന്മാരെ പോലെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതോ ഒരു സംഘടനയെ പോലെയാണ് UN പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക വരും പോകും, ഇല്ലെങ്കിൽ അത്തരത്തിലാണ്. ഇന്ത്യ പോലും പലവട്ടം ആവശ്യപ്പെട്ടതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ നിലയിലേക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, ഇതിനൊരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്, ഇല്ലെങ്കിൽ മറ്റൊരു സംഘടന അനിവാര്യമാണ്. കാരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും വലിയ റോളൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ കണ്ടതാണ് ഇസ്രായേലിലെ ഗസ സംഘർഷം, ലോകത്തിന്റെ വിവിധയിടങ്ങളിലുള്ള സംഘർഷം. ഇതെല്ലാം കഴിയുമ്പോൾ വന്നിട്ട് ഒരു അനുശോചനം രേഖപ്പെടുത്തുന്ന പോലെ ഒരു പ്രസ്താവന നടത്തി പോകുന്ന ഒരു സംഘടനയെ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. പക്ഷെ അതിനുള്ളിലുള്ള ചില സംഘടനകൾ, ഇല്ലെങ്കിൽ അതിന്റെ കീഴിൽ UN-ന്റെ കീഴിൽ വരുന്ന യുനെസ്കോ പോലെയുള്ള അല്ലെങ്കിൽ യൂണിസെഫ് പോലെയുള്ള ചില സംഘടനകൾ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു ഫണ്ട് സ്രോതസ്സിന്റെ പ്രധാന ഘടകം അമേരിക്ക തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പിന്മാറ്റം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ അമേരിക്ക വേർപെട്ടു പോകുന്നു. ഇത് എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വളരെ ഒരു വ്യക്തത ഇല്ലാത്ത ഒരു കാര്യം കൂടിയായി അവശേഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്.